ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. എഗ്ലെസ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3-4 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്താലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഈ പൗഡേഴ്സൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഗ്ഗിന് പകരം തൈരാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ഷുഗർ ആയാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ പാലൊന്നും ഒഴിച്ചെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇതിലും ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അല്പം പാൽ ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കണം. ഇതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ തട്ടുന്നത്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഇവിടെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. കുക്കർ ഞാൻ ഒരു 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തതാണ്. അതിലേക്കാണ് ഈ ബാറ്റർ ഇറക്കി വെച്ചത്. കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ. ഇനി ഇതൊരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മറ്റൊരു ബൗൾ വെച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചെടുക്കാം. ക്രീം ഞാൻ ഇവിടെ 1 കപ്പ് ക്രീം ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വിസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം വരാൻ. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്യാം. അപ്പോൾ കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കേക്ക് ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പീസ് കേക്ക് ബോർഡിലേക്ക് വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കണം. അതിനായിട്ട് ചെറി സിറപ്പാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2-3 ചെറിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് ഈ ചെറി സിറപ്പ്. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നത്. ഞാനിവിടെ കേക്ക് 2ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഈ ചെറി സിറപ്പിൻ്റെ പകുതി ഈ കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. ബാക്കി പകുതി മറ്റേ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടതാണ്. ഇനി ഈ കേക്കിന് മുകളിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ക്രീം ഒരു പൈപ്പ് ബാഗിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ഒന്ന് ഒരേ ലെവലിലൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത ചെറീസ് നമുക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത പീസ് കേക്ക് നമുക്ക് വെച്ചെടുക്കാം.
ഇതിലും ചെറിയ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ക്രീം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റ് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.